everyone, it's me Sabita Charles from Poothurans. നമ്മൾ ഇന്ന് കാണുന്നത് കാംബ്രിക്കിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. ഡാർക്കർ ടോൺ ആണ്, ഡിഫറെന്റ് പ്രിന്റ് ആണ്. 119 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ കാണുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലുള്ളതാണ്. കുറെ പേരൊക്കെ ഡാർക്ക് കളേഴ്സ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് എല്ലാം ഡാർക്ക് കളറാണ്. അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ ആണ്, കാംബ്രിക് ആണ്. ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചു പേരൊക്കെ ആയിട്ട് സംസാരിച്ചു മനസ്സിലായത് റോ കോട്ടൺ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, കാംബ്രിക് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. കാംബ്രിക്കിന്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെയുള്ള ഒരു സ്മൂത്ത് ഫിനിഷ് ആണ്. അപ്പൊ കുറച്ചു പേർക്ക് ഡൗട്ട് ഉണ്ടാകാം ഇത് പോളിസ്റ്റർ മിക്സ് ആണോ എന്ന്. ഇത് പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ. കാംബ്രിക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, അറിയാതെ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്കൊക്കെ വേണ്ടി ഞാൻ പറയുന്നതാണ്. കാംബ്രിക് എന്താന്ന് ചോദിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും ഈ ഒരു സെയിം ഫാബ്രിക് ആണ്. നിങ്ങൾ ഇതിന്റെ റീൽസ് ഇന്നലെ കണ്ടു കാണുമല്ലോ. കാണാത്തവർക്കായിട്ട് നമ്മുടെ റീൽസ് നോക്കിയാൽ മതി പേജില്. യൂട്യൂബിലാണെങ്കിൽ ഷോർട്സ് നോക്കിയാൽ മതി. അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഡാർക്ക് പർപ്പിളിലാണ്. ചെറിയൊരു ഫ്ലവറിന്റെ പിക്ചർ ആണ്. സ്ക്രീൻ പ്രിന്റ് ആണ് കേട്ടോ, ഡിജിറ്റൽ അല്ല, സ്ക്രീൻ പ്രിന്റിലാണ് ഇത് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ആ പർപ്പിളിന്റെ തന്നെ ലൈറ്റ് ടോണിലുള്ള ഫ്ലവറും ഗ്രേ കളറിലുള്ള തണ്ടുമാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്ത്, 119 ആണ്. നമ്മുടെ കാംബ്രിക്കിനെല്ലാം തന്നെ 119ലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഡാർക്കർ ടോൺ തന്നെയാണ്. ബ്ലൂ ആണ് കളറ്. ഇതിനകത്തൊരു കോൺട്രാസ്റ്റ് ബേസിലാണ് ഇതിനകത്ത് പ്രിന്റ് പോകുന്നത്. അതായത് ഇതിനകത്ത് പോയിട്ടുള്ളത് ബ്ലൂ കളറാണ് ബേസ് കളർ പോകുന്നത്. ഒരു കോൺട്രാസ്റ്റ് ബേസിലാണ് പോകുന്നത്. നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ ഈ ബ്ലൂവിനകത്ത് റെഡ് കളറിലുള്ള ഫ്ലവറും ടെയിൽ ഗ്രീൻ കളറിലുള്ള ലീവ്സും അതുപോലെ തന്നെ അതിന്റെ തണ്ടും അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സെയിം കളർ ആദ്യം കണ്ടതുപോലെ സെയിം ആയിട്ടുള്ള ഒരു കളറിലല്ല ഇതിനകത്തുള്ള പ്രിന്റ് പോയിട്ടുള്ളതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു കളർ വരുന്നത് ഇങ്ങനെയായിരിക്കും. നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് എല്ലാം തന്നെ. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാം. 119 ആണ് ഈ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഡാർക്ക് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളറിനകത്ത് തന്നെ റെഡ് കളറിലും, ഇതും ഒരു കോൺട്രാസ്റ്റ് ബേസിലാണ്. അതായത് റെഡ് കളറിലും ഗ്രീൻ കളറിലുമുള്ള പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഈ ബ്ലാക്ക് ഒക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകാറുണ്ട്. അപ്പോൾ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഞാൻ നോർമലി വെയർ ചെയ്യുന്നതൊക്കെ തന്നെ ബ്ലാക്കിലേക്കാണ് വരാറ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ വെയർ ചെയ്യണ ആ ഒരു പ്രൊഡക്റ്റ് കാലത്ത് തന്നെ വീഡിയോ ഔട്ടായി ഒരു 11 മണി ആകുമ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആകുന്നതാണ്. നമ്മൾ ആരെയും കളിയാക്കണതോ അല്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ട് വിൽക്കാതിരിക്കുന്നതൊന്നും അല്ല. പുതിയ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും അത് മനസ്സിലാകാത്തത്. നമ്മൾ ആദ്യം മുതലേ ചെയ്യുമ്പോഴും നമ്മുടെ വീഡിയോ ഔട്ടായി ഒരു 11-11:30 ആകുമ്പോഴേക്കും വെയർ ചെയ്തിരിക്കുന്ന ഐറ്റം ഒക്കെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട്, റണ്ണിങ് ഫാബ്രിക്സ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, വീഡിയോ ഇട്ടിട്ട് ആരും കളിയാക്കണതല്ല കേട്ടോ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് വൺ നമ്മൾ കാണുന്നത് റെഡ് കളറാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറാണ്. റെഡ് കളറിനകത്ത് തന്നെ ഇതും ഒരു കോൺട്രാസ്റ്റ് ബേസിലാണ് പോകുന്നത്. ഡിഫറെന്റ് കളേഴ്സ് ആണ്. ബ്ലൂവും ഗ്രീനും കൂടിയുള്ള ഒരു കളറിലാണ് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു പ്രിന്റ് പോകുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പം നമ്മൾ വെയർ ചെയ്യണ പ്രൊഡക്റ്റ് ആണ് അധികം തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നത്. ഇതിനകത്ത് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളിത് ചെയ്ത് വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് ഈ റെഡ് തന്നെ ചെയ്യണമെന്നില്ല. ആദ്യം വരുന്നത് റെഡ് ആയിരിക്കും എല്ലാവരും ചോദ്യം. അപ്പോൾ ഞാൻ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമ്മുടെ വീഡിയോയിലെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിന് സിമിലർ ആയിട്ടുള്ള ഡിസൈൻസോ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലുള്ള സംഭവമായിരിക്കും ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇതിനകത്ത് 4 കളറും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് 4 കളറും നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യണേ. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.